അക്വേറിയം ക്ലീൻ ചെയ്യലായിരുന്നു ഇന്നത്തെ പരിപാടി. വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അതിനിടയ്ക്ക് മൊബൈൽ ചെറിയൊരു പ്രശ്നം. അത് കാരണം നമ്മൾ എന്ത് ചെയ്തു, കട്ടായിപ്പോയി. രണ്ടാമത് തുടങ്ങുന്നത് ഗപ്പി നമ്മുടെ അടുത്തുള്ളത് എലിഫൻ്റ് ഇയർ എന്ന് പറഞ്ഞ ഐറ്റത്തിൽപ്പെട്ട ഇത്. ഒരു മെയിലും ഫീമെയിലും അവരെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. കുട്ടികളുണ്ടായിരുന്നു, കുട്ടികളെ മൊത്തം ഞാൻ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തുണ്ട് കുട്ടികൾ ഓടി കളിക്കുന്നുണ്ട്, സേഫാണ്. ഓക്കെ, ഇതിനകത്തുണ്ട്, കാണുന്നില്ലേ? പരിപാടി നമ്മൾ അക്വേറിയം ഒന്ന് കഴുകലാണ്. ഞാനത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ക്യാമറ ചെറുതായിട്ടൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്താണ്. ഇത് കഴുകി ഞാനിത് ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകി ക്ലീനാക്കിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ ആക്കണം. അപ്പോൾ അക്വേറിയം വാഷ് ചെയ്തു കേട്ടോ, നല്ല ക്ലീനായിട്ടുണ്ട്, ഉഷാറായിട്ട് നല്ല വൃത്തിക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം നിറച്ചിട്ട് അവരെ നമുക്കിതിലേക്ക് മാറ്റണം. അതാണ് അടുത്ത പരിപാടി. നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കിയിട്ടുണ്ട്. നമ്മൾ അക്വേറിയത്തിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, നിങ്ങൾ കണ്ടു കാണും. അതിപ്പോൾ കഴുകുന്നതിന് സംഭവിച്ചാലോ, നേരത്തെ ഉള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെ സംഭവിച്ചെന്നറിയില്ല. ഇവിടെ കണ്ട് സ്ക്രാച്ച് എന്ന് ചോദിച്ചിട്ട് വെള്ളം അതിൽ നിൽക്കും, ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ കഴുകി കളഞ്ഞു, വൃത്തിയാക്കിയിട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ല തുടച്ച് വൃത്തിയാക്കുക. അതായത് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഇപ്പം നിലവിൽ അവർ കിടക്കുന്ന അതേ വെള്ളം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പുതിയ വെള്ളം ഒഴിക്കുന്നില്ല, അത് ആഡ് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ പതുക്കെ ഒറ്റയടിക്ക് വെള്ളം മാറുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ആ വെള്ളത്തിലൂടെ പൊരുത്തപ്പെട്ട് പോകാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരിക്കലും പുതിയ വെള്ളം ഒഴിക്കരുത്. പഴയ വെള്ളം ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് പൊരുത്തപ്പെട്ട് പോകാൻ പ്രയാസമാവും. ശരിക്കും നന്നായി തുടച്ച് വൃത്തിയാക്കിയെടുക്കണം. കാരണം സോപ്പിൻ്റെ അംശം ഉണ്ടെങ്കിലേ അവർക്ക് പ്രശ്നം. സോപ്പിട്ട് കഴുകിയതുകൊണ്ട് പിന്നെയും വെള്ളം ഒഴിച്ച് നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നാലും ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ഇത് കിട്ടില്ല. നന്നായി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി എടുക്കണം. സോപ്പിൻ്റെ ഒരു അംശം ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾ ചെറിയ മക്കളല്ലേ, അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പം നമ്മൾ ഇവരിതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ് കേട്ടോ, അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ടാക്കാമെന്നൊരു തോന്നൽ. അപ്പോൾ ഗസ് ഇവരെ നമ്മളിതിലേക്ക് ആക്കാൻ പോവാം. ആദ്യം മാതാപിതാക്കളെ ഉണ്ടാക്കാം, പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളാക്കാം. വെള്ളം കുറവാണ് നിലവിൽ. അതിലുള്ള വെള്ളത്തിലേക്ക് ഇനി കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒറ്റയടിക്ക് ഇവരെടുത്തിട്ട് പുതിയ വെള്ളത്തിലേക്ക് മാറ്റുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ അവർക്ക് പ്രയാസമാവും. ഇപ്പോൾ ഓക്കെ, ഒരു ഹാപ്പിയാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഈ എലിഫൻ്റ് ഇയർ എന്ന് പറഞ്ഞ വിഭാഗത്തിൻ്റെ ഈ ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ചിറകുണ്ടല്ലേ, നിങ്ങൾ ആനച്ചെവി പോലത്തെ ചിറകുണ്ടാവും. അതാണ് ഇവരുടെ പ്രത്യേകത. കുറച്ച് ക്ഷീണിച്ചിട്ടോ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇല്ലെങ്കിൽ നല്ല ആക്റ്റീവാണ്, എപ്പോഴും കുഴപ്പമൊന്നുമില്ല. ആ ചെവി കണ്ടില്ലേ, ആ ചിറക് ഇങ്ങനെ വൈഡായിട്ട് പിടിക്കും. ആന ആട്ടും പോലെ പതുക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. തൽക്കാലം ഇവരിവിടെ നിൽക്കട്ടെ. ഇനി മക്കളെ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം. ഒരുപാട് മക്കളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മീൻ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തള്ള മീൻ പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ മക്കളെ മീൻ തന്നെ സ്വന്തം എന്ത് ചെയ്യും, സ്വന്തം മക്കളെ പിടിച്ച് തിന്നും. കാരണം പ്രസവിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ വിശപ്പിന് ഇവർ പിടിച്ചു തിന്നു. സത്യത്തിൽ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിരുന്നു. ഞാൻ ഒരു 4-5 ദിവസം മാറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ടതാണ്. പക്ഷേ എന്നിട്ടും മക്കളുടെ എണ്ണം ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഇതിലാകെ ഒരു 14 കുഞ്ഞുങ്ങളാണ് ആകെ ഉള്ളത്. പക്ഷേ നേരത്തെ പ്രസവിച്ച ഉടനെ 20ൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ എണ്ണിയിട്ടില്ലെങ്കിലും അങ്ങനെ എണ്ണാൻ കഴിയില്ലല്ലോ. അവരെ ചെറിയ പൊടിക്കുഞ്ഞുങ്ങളല്ലേ, അങ്ങോട്ടോട് ഓടി കളിക്കുമ്പോൾ എണ്ണാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാലും ഏകദേശം വെച്ച് നോക്കുമ്പോൾ 20ൻ്റെ മുകളിൽ, 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവരിവിടെ ഉഷാറായിട്ട് നീന്തി കളിക്കട്ടെ. നല്ല ഭംഗിയാണ് കേട്ടോ. എലിഫൻ്റ് ഇയറിനെ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്ക് ഒന്നുകൂടെ ഇതിൽ മെയിലിനെ കാണാനാണ് ഭയങ്കര ഭംഗി. ഫീമെയിലിനെ കാണാൻ അത്ര ഭംഗിയില്ല, ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിലിനാണ് ഈ ചുമന്ന കളറും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടില്ലേ, ഇതിനെ കാണാൻ എന്താ ഭംഗി. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.
കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, നാളെ കുഞ്ഞുങ്ങളെ ഞാൻ നാളെ ഇതിലേക്ക് ഇടുന്നുള്ളൂ, ഇന്നിടുന്നില്ല.